പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, അതിനിടയ്ക്ക് സ്കൂളിലും പോകുന്നുണ്ട്. സ്കൂളിൽ പോകുന്നുണ്ടല്ലേ? അത് പറ കേക്കട്ടെ. സ്കൂളില് ഇപ്പൊ ഈ 27-നാണ് സ്കൂളില് ഓണാഘോഷം. അപ്പൊ അവിടെ ഓണപരിപാടികൾക്കൊക്കെ ഉണ്ട്. സ്കൂളിൽ ഇപ്പൊ എക്സാം ഈ ഒക്ടോബറിൽ തുടങ്ങും. അപ്പൊ അതിന്റെ കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. പറ്റുമ്പോഴെല്ലാം സ്കൂളിൽ പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതെ. പിന്നെ വർഷത്തിൽ എത്ര ദിവസം പോകും? ഇപ്പൊ ഈ വർഷം കുറച്ചും കൂടെ പോകുന്നുണ്ട്. മാളികപ്പുറം ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള വർഷം ഞാൻ ആകെ എക്സാം എഴുതാൻ മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം കുറച്ചും കൂടെ ക്ലാസ്സിൽ പോകുന്നുണ്ട്, കുറച്ചും കൂടെ എക്സാം പോയി, കുറച്ചും കൂടെ പഠിക്കുന്നുണ്ട് അവിടെ പോയി. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു, അതായത് ഇപ്പൊ 7ാം ക്ലാസ് ആയി, ഇനി അടുത്ത 8, 9, 10 ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കുറച്ചും കൂടെ നമ്മള് ഇരുന്ന് പഠിക്കണം. ഇതിപ്പോ ഒരു 1-2 പക്ഷെ ദേവ് നല്ല പഠിക്കുന്ന കുട്ടി, ദേവ് നല്ല ജീനിയസ് ആയിട്ടുള്ള കുട്ടി. അപ്പൊ ഞാൻ ഇവിടെ ഇടയ്ക്ക് വരുമ്പോൾ ദേവ് ഇങ്ങനെ പഠിക്കായിരിക്കും. ദേവും അമ്മയും കൂടി ഇരുന്ന് ഇങ്ങനെ ആന്റി പഠിപ്പിക്കുന്നുണ്ടാവും, ദേവ് ഇങ്ങനെ പഠിക്കുന്നുണ്ടാവും. ഈ ഖോഖോ ഇടയ്ക്ക് നമ്മുടെ കൂടെ വന്നിട്ട് ശല്യം ചെയ്ത ചേട്ടൻ കണ്ണാടിതായിട്ട് ഞാൻ കണ്ടു. അങ്ങനെയാണോ സംഭവം? കോക്കോ ആകെ ഇങ്ങനെ നോക്കി. ശരി, ഞാൻ ശല്യം ഒന്നും പറഞ്ഞില്ല, വരെ പറഞ്ഞോളൂ. അപ്പോഴത്തേക്ക് അതിൽ കയറി പിടിച്ചു. സോറി ഖോഖോ. എനിക്കറിയാം അവൾ അങ്ങനത്തെ കുരുത്തക്കേടൊന്നും ചെയ്യത്തില്ല. എന്റെ കുഞ്ഞിനെ പറ്റി എനിക്ക് എന്തൊരു വിശ്വാസം. അല്ലല്ല, ഞാൻ കണ്ടു, ഇത് അവൻ കാണിച്ച വില തന്നെയാണ്. പക്ഷെ പറഞ്ഞപ്പോ ഞാൻ അറിയാതെ ഖോഖോയെ കുറ്റം പറഞ്ഞതാ. പോട്ടെ, സോറി ഖോഖോ. പറഞ്ഞോ. അപ്പൊ ദേവ് ഭയങ്കര നല്ല ജീനിയസ് ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ്. ഈ പഠിക്കുമ്പോഴാണെങ്കിലും മാർക്സിന്റെ കാര്യങ്ങളിലാണെങ്കിലും ഈ ഷൂട്ടിന്റെയും ഇടയ്ക്കും കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല സ്കോർ. ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ പ്രോഗ്രാംസിന് പോകുന്നൊക്കെ സമയങ്ങളുണ്ടെങ്കിലും എനിക്ക് മാർക്സ് ഞാൻ വളരെ ആവറേജ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്, അല്ലാണ്ട് ടോപ്പർ അങ്ങനെ. പക്ഷെ ദേവ് ക്ലാസ്സിലെ ടോപ്പർ തന്നെയാണ്. അപ്പൊ ദേവ് അങ്ങനെ തന്നെ പഠിച്ചു. അപ്പൊ മിനിമം പോകുമ്പോൾ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും അങ്ങനെ അതിനനുസരിച്ച് പഠിച്ച് സ്കൂളിൽ ഇപ്പൊ ചെല്ലുമ്പം കൂടുതൽ ദിവസം ചെല്ലുമ്പോ സാർമാരൊക്കെ പഴയ പോലെ നോട്ട്സ് തരികയും അങ്ങനെയൊക്കെയാണോ ചെയ്തോണ്ടിരിക്കുന്നത്? എന്റെ ഫ്രണ്ട്സ് ആണ് എനിക്ക് നോട്ട്സ് തരാറുള്ളത്. അപ്പൊ പറ്റുമ്പോഴൊക്കെ, ഞാൻ പോയില്ലെന്ന് അവർക്ക് അറിയാലോ, അപ്പൊ അവര് അന്നത്തെ കൃത്യം നോട്ട്സ് അയച്ചു തരും. അത് അന്നന്ന് എന്തൊക്കെയാണ് ഇനി ഹോംവർക്ക് ഉള്ളത്, ഇതൊക്കെ ടെസ്റ്റ് വരും. അപ്പൊ അതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ചെയ്ത് കൃത്യം ഡേറ്റില് എല്ലാ അസൈൻമെന്റ്സും പറ്റുമ്പോഴൊക്കെ ചെയ്യണം. ഇപ്പൊ കുറെ അസൈൻമെന്റ്സ് ഇപ്പൊ തരുന്നുണ്ട്, കുറച്ചും കൂടെ 7th-ലായതുകൊണ്ട് 6th-നെക്കാട്ടും അസൈൻമെന്റ്സ് ഹോംവർക്കും കൂടി. അപ്പൊ അതെല്ലാം ചെയ്യും, അതൊക്കെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യും. ടെസ്റ്റും ഹോംവർക്ക് എല്ലാം എഴുതും. പിന്നെ എക്സാമിനും എല്ലാം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിപ്പോ ഒരു ടൈം മാനേജ്മെന്റ് സ്ഥാനത്തിൽ ഇങ്ങനെ പോകുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.